ഗായ്സ് സലാലയിൽ ഹിഡൻ പ്ലേസിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഇതാണ് റോട്ടിലെ Guys, welcome to Mostil Beach. Enjoy. ഹലോ ഗൈസ്, കറക്റ്റായും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, മുന്നേ നമ്മൾ ബസ്സിൽ കയറുന്നതും ഓടുന്നതും ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എല്ലാ പ്രാവശ്യവും തലാല പോകുന്ന പാടില്ല. ഈ പ്രാവശ്യം പോകുന്ന വെച്ചാൽ കാരണം എന്റെ വിസ ഓൾറെഡി എക്സ്പയർ ആയിരുന്നു. ഇന്ന് രാവിലെ ഞാൻ പോയിട്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് മെഡിക്കൽ എടുത്ത്. കാരണം ഞാൻ പോകാനൊട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം സലാലേക്ക് ഞാൻ ബസ്സിൽ പോകുന്നതും ഓടുന്നതും കയറുന്നതും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ, ഈ പ്രാവശ്യം നമ്മുടെ ഷെറിന്റെ കസ്റ്റമേഴ്സാണ് മൊത്തം കാണുന്നത്. ഞാൻ ഒരിക്കലും പോവാന്ന് വിചാരിച്ച കാരണം എന്റെ വിസ എക്സ്പയർ ആയിരുന്നു. അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. രാവിലെ ഓടിയ പെട്ടെന്ന്, അതായത് ഷെറിന്റെ കൂടെ വരാന്ന് പറഞ്ഞാൽ യൂസിന് പെട്ടെന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു രാവിലെ ഓടിപ്പോയി മെഡിക്കൽ എടുക്കുന്നത്, വിസ എടുക്കുന്നതൊക്കെ പെട്ടെന്നായിരുന്നു. അപ്പം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യം മാഷുണ്ട് കൂടെ വന്നിട്ടുണ്ട്. അതേമാതിരി ഷെറിന് ഞങ്ങൾ 3 പേരാണ് ഉള്ളത് ബസ്സിൽ. അങ്ങനെ ഞാൻ ഓടിപ്പോയിട്ട് ബസ്സിൽ കയറിയത്. അതാണ് ബസ്സിൽ കയറുന്നതും ഒന്നും എടുക്കാൻ പറ്റാന്ന്. അങ്ങനെ ഞങ്ങൾ കയറി ഇപ്പം ബസ്സിലെത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളീസും തമിഴ്സും പാകിസ്ഥാനിലൊക്കെ ഉണ്ടെങ്കിലും ഈ 2 ആൾക്കാരാണ്, ഇന്ത്യൻസ് ആണ് കൂടുതലുള്ളത്. അപ്പൊ നമ്മൾ ഫ്രം ദുബായ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബ്ലോഗാണ്. ഫ്രം ദുബായ്, അതായത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തൊക്കെ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വരെ ഇല്ല, അല്ലെങ്കിൽ ഓരോ സ്ഥലം നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ഈ ബ്ലോഗ് നമ്മൾ പക്കാക്കിയിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതൊക്കെ അടുക്കുന്നുണ്ട്. നമ്മള് ഷെറിന്റെ പാസഞ്ചേഴ്സ് ആണ്. ഷെറിൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ സലാലേക്ക് വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ഉണ്ട് കാണാം. ഇപ്പൊ നമ്മള് ഏകദേശം 5 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി പോകുന്നത് ബോർഡർ ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല. പിന്നെ മുന്നൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ക്യാമറ തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ക്ലിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യാം സമയം, കാര്യങ്ങളും എത്ര സമയം വരും, എവിടെയൊക്കെ നമ്മൾ പോകുന്നത് ഒക്കെ. ബോർഡറിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ ഒരേ വെച്ച് പിടുത്തം ഗൈസ് സലാലയിലോട്ട്. ഓക്കെ ഗായ്സ്, എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ നിർത്തുന്ന ഫുഡ് കഴിക്കുന്ന എപ്പോഴും നമ്മൾ ഡിന്നറിനാണ് കൂടുതൽ വരുന്ന സമയത്തൊക്കെ നമ്മൾ നിർത്തുന്നതാണ് സംസം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഏകദേശം നമ്മളറിയാം. ഞങ്ങൾ ഈ പ്രാവശ്യം ഇവിടെ എത്തിയപ്പം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നിർത്തി, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അടുത്ത നമ്മളെ സ്പോട്ട് എന്ന് പറയുന്നത് ഐമയിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ റിപ്പീറ്റേഷനായിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ ഈ പ്രാവശ്യം വരുന്നത് വൈകിട്ട് 5 മണിക്കായിരുന്നു. പക്ഷെ മുന്നൊക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് കുറച്ചും കൂടെ ലേറ്റായിട്ടാണ്. അപ്പോൾ നമ്മളൊരു ഉച്ച സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാറുണ്ട് ഐമയിൽ. മെയിനായിട്ടുള്ള നമ്മളെ സ്പോട്ട് തന്നെയാണ് ഐമയും, അത് ഇബ്രി, അത് കഴിഞ്ഞിട്ട് ഐമ, അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ് നിർത്തി വാഷ്റൂമിൽ പോകുന്നവരൊക്കെ പോയി കോഫി ചായ ഇതൊക്കെ കഴിഞ്ഞു. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രാവലാണല്ലോ, ഈ വാഷ്റൂമും കാര്യങ്ങളൊന്നും 2 സൈഡിലും ഉണ്ടാവില്ല. അതായത് ഡെസേർട്ടിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ പോകുന്നത്, അതുകൊണ്ട് അതുണ്ടാവില്ല. അപ്പം നമ്മൾ ബസ്സിൽ തന്നെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബസ് പകുതിക്ക് നിർത്തിയപ്പോൾ 4 മണി അതുകൊണ്ടാണ് നമ്മളിവിടെ രാവിലെ പറയൂ. നമ്മളെ ബസ്സിൽ എല്ലാ പ്രാവശ്യവും നമുക്ക് ഒരു പാട്ടുകാരുണ്ടാവും. അതുപോലെ തന്നെ എർനീത്താൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. ബസ്സിൽ എത്ര നമ്മൾ ഏത് പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സ്പോട്ടിൽ റെഡി ആയിരുന്നു. അത് ഹിന്ദി ആവട്ടെ മലയാളം ആവട്ടെ സൂപ്പർ.
അതുപോലെ തന്നെ നമ്മളെ ബസ്സിൻ്റെ 2 സൈഡിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഡെസേർട്ടാണ്, ഒഴിഞ്ഞു കിടക്കുന്ന റോഡ്, നേരെ പിടുത്തം സലാലായിട്ട് ആ ഒരു പിന്നെ ബസ്സിലുള്ള ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. ഫൈനലി ഗായ്സ് ഞങ്ങൾ നീണ്ട യാത്രക്കൊടവിൽ ഞങ്ങൾ ഹോട്ടലിലെത്തി. സ്റ്റാർ ഇൻ എമിറേറ്റ്സ് ഹോട്ടൽ. നമ്മളെല്ലാ പ്രാവശ്യവും ഈ ഹോട്ടലിന് എടുക്കല്. ഞങ്ങൾക്ക് നല്ല ഹോട്ടലാണ്, നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളത്. എല്ലാ പ്രാവശ്യവും തന്നെ എടുക്കുക. ഓരോരുത്തർ ഇറങ്ങി അവരുടെ സാധനങ്ങളായിട്ട് നല്ല നല്ല നിലയിൽ പോകുന്ന കാഴ്ചയാണ് ഗായ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കുറച്ച് ടയേർഡായിരിക്കും, പക്ഷേ ടയേർഡെന്ന് പറയാൻ അത്ര വലിയ ടയേർഡ് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് എല്ലാവരും കുറച്ച് ആക്റ്റീവായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് പോകും. അപ്പം എല്ലാവരെയും റൂമിലാക്കിയതിന് ശേഷം നമ്മൾ റൂമിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ 2 പാർട്ടാക്കിയിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പം ഇത് നമ്മളിപ്പോൾ ഹോട്ടലിലെത്തി, ഏകദേശം ഒരു 2 മണി 2:30 അതിനുള്ളിലാണ് നമ്മൾ ഹോട്ടലിലെത്തിയത്. അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്ത് എല്ലാവരും സേഫായിട്ട് അവനവൻ്റെ റൂമിലേക്കൊക്കെ ആക്കി ഒക്കെ സെറ്റായി. അപ്പോൾ അത് പാർട്ട് 1 ആണ്. ഈ നമ്മൾ ഹോട്ടലിലെത്തുന്നത് വരെയുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് തന്നെ നമ്മൾ വൈകിട്ട് 5 മണി 6 മണി സമയത്ത് നമ്മൾ ഇവിടെ പോകുന്നുണ്ടായിരുന്നു മുസിൽ ബീച്ച്. ലാസ്റ്റ് വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ മുസിൽ ബീച്ച് തൊട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിയതിന് ശേഷം നമ്മൾ പാർട്ട് 1 വീഡിയോ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് പാർട്ട് ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യുക. കാണാൻ സപ്പോർട്ട് ചെയ്യുക ഗൈസ്.